മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. 30 വർഷത്തോളമായി സർക്കാർ ഓഫീസുകളിൽ കൊടുത്ത പരാതികളുടെ കെട്ട് ഞങ്ങളുടെ പക്കലുണ്ട്. നിൽക്കട്ടെ, ഇവിടെയും ഒരു പരാതി. ഇനി പരാതി കൊടുക്കാൻ അവസരം ഒരുക്കരുതെന്ന അഭ്യർത്ഥനയും. നിലമ്പൂർ താലൂക്ക് തല അദാലത്തിൽ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന് പരാതി നൽകാനെത്തിയ നിലമ്പൂർ ബൈപ്പാസിന്റെ ഇരകൾക്ക് ഇത്രയേ പറയാനുള്ളൂ. 1994-ൽ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗത്തുള്ള 257 കുടുംബങ്ങൾ നഷ്ടപരിഹാരം ലഭിക്കാൻ 30 വർഷമായി കാത്തിരിക്കുകയാണ്. ബൈപ്പാസിന്റെ നിർമ്മാണം അനന്തമായി നീളുന്നതിനേക്കാൾ ഈ കുടുംബങ്ങളെ അലട്ടുന്നത് ഊരാക്കുടുക്കാണ്. ഭൂമി വിൽക്കാനോ വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണി നടത്താനോ സാധിക്കുന്നില്ല. വീടുകളും മറ്റും ജീർണാവസ്ഥയിലാണ്. വസ്തുവിൽ യാതൊരുവിധ നിർമ്മാണ പ്രവൃത്തികളും ചെയ്യുവാൻ സാധിക്കുന്നില്ല. വളരെ കഷ്ടത്തിലാണെന്നും നിലമ്പൂർ നിർദ്ദിഷ്ട ബൈപ്പാസിന് അനുവദിച്ച സംഖ്യ ബൈപ്പാസിന്റെ ഇരകളായ ഞങ്ങൾക്ക് ഉടനടി വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിലമ്പൂർ ബൈപ്പാസിന്റെ ഇരകൾ പൊതുമരാമത്ത് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വിഷയം ഗൌരവമായി പരിഗണിക്കുന്നതായും ഉടൻ പരിഹാരവുമാവുമെന്നും മന്ത്രി മറുപടിയും നൽകി. KNG റോഡിൽ നിലമ്പൂർ OCK ഓഡിറ്റോറിയം മുതൽ വെളിയന്തോട് വരെ 7 കിലോമീറ്ററാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുന്നത്. OCK പടി മുതൽ ചക്കാലക്കുത്ത് വരെ മാത്രമേ നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളൂ. ചക്കാലക്കുത്ത് മുതൽ വെളിയന്തോട് വരെയുള്ള ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം നൽകുകയോ തുടർ നടപടികൾ പൂർത്തീകരിക്കുകയോ ചെയ്തിട്ടില്ല. ബൈപ്പാസ് കൂട്ടായ്മ പ്രസിഡന്റ് KP ഉമ്മറിന്റെ നേതൃത്വത്തിലാണ് മന്ത്രിക്ക് പരാതി നൽകിയത്. CPM ലോക്കൽ സെക്രട്ടറി ഷാജി കരിമുഴയും സമ്മതിച്ചു. അതേസമയം ബൈപ്പാസ് കൂട്ടായ്മയുടെ നിരന്തര പ്രക്ഷോഭങ്ങളുടെ ഫലമായി നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾക്ക് വേഗത കൂടുന്നുണ്ട്. ചക്കാലക്കുത്ത് മുതൽ വെളിയന്തോട് വരെയുള്ള കുടുംബങ്ങളുടെ ഭൂമിയുടെ വില നിർണ്ണയിക്കുന്നതിന് VVR തയ്യാറാക്കി. ഇനി പൊതുമരാമത്ത് വകുപ്പ് ഓരോ വീടുകളുടെയും മെഷർമെന്റ് തയ്യാറാക്കി കളക്ടർക്ക് നൽകണം. കളക്ടർ സർക്കാരിന് സമർപ്പിക്കുന്നതോടെ നഷ്ടപരിഹാര വിതരണവും ചെയ്യാനാവും. അടുത്ത മാസം 15-ന് മുൻപ് മെഷർമെന്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ VR വിനോദ് പൊതുമരാമത്ത് വകുപ്പ് AEക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതേസമയം ബൈപ്പാസിന് ഭൂമി ഏറ്റെടുത്ത OCK പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള ഭാഗം കാട് മൂടിക്കിടക്കുകയാണ്. ഈ ഭാഗത്തെ കാട് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കമ്മിറ്റിയും താലൂക്ക് അദാലത്തിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.